എനിക്ക് തോന്നുന്നു ഇവർ ഓൾറെഡി പ്രഖ്യാപിച്ചതാണോ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കില്ല, എന്തിനാ പിന്നെ ഇവിടെ പോയിട്ട് കാര്യം, അതിന് നല്ലത് ഒക്ടോബറിലുള്ള ബ്രസീലിൽ ഇവിടെ ഒരു കളി കളിക്കാലോ. നമ്മുടെ ISL, ഐ ലീഗ് എല്ലാം ഇത്രയും ഫിനാൻഷ്യൽ ക്രൈസിസ് നിൽക്കുന്ന സമയത്ത് ഇത്രയും പൈസ മുടക്കി നമ്മൾ ഈ ബ്രസീലിനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അല്ലേ ഈ ബ്രസീലിന്റെ ടീമിനെ കൊണ്ടുവന്നതും അല്ലെങ്കിൽ മെസ്സിനെ കൊണ്ടുവന്ന അതൊക്കെ നല്ലതാണ്. ഇത് കുറച്ച് VIPs ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിനെല്ലാത്തിനും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ വേണം. ഈ എക്സ്പോഷർ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നാണുള്ളതാണ് മെയിൻ ചർച്ച. അവിടെ സച്ചിൻ അല്ല കൊടുക്കേണ്ടിരുന്നത്, സുനിൽ ഛേത്രിനാണ് വെക്കേണ്ടിരുന്നത്. ഇതിൽ നമുക്ക് ഫാൻസിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ആകെ കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് TSD. നമ്മൾ ഓൾറെഡി മുന്നേ ഒരു ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോ ചെയ്ത സമയത്ത് അത് ഫുട്ബോളിൻ്റെ എന്താ പറയുക ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളും ഈ അടുത്തുണ്ടായിരുന്ന ഒരു FIFA ഏഷ്യൻ കപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു സംഭവം നടന്നു. FIFA ഏഷ്യൻ കപ്പിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു. അപ്പോൾ ബിബിൻ എന്ന് തോന്നുന്നത് ഈ ഒരു വിഡ്രോവൽ ഓക്കെ ആണോ? ബ്രസീലുമായിട്ടുള്ള ഫ്രണ്ട്ലി അവർ ഫോക്കസ് ചെയ്യുന്നത് ശരിയാണോ? എന്താ ബിബിൻ്റെ അഭിപ്രായം എന്താണ്? ഒരിക്കലല്ല. കാരണം ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഏഷ്യൻ കപ്പ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഇന്ത്യ പോലൊരു രാജ്യത്തിന് വർഷങ്ങളല്ല, ഓർമ്മ പോലും ഇല്ല നമുക്ക് ഇന്ത്യക്ക് ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയത് വേൾഡ് കപ്പിന്. നമുക്ക് ഈ ചെറിയ സ്ഥലത്തുനിന്ന് തുടങ്ങാന്നുള്ളതാണ് ഉള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടാൻ നമുക്ക് വളരെ ചാൻസസ് കുറവാണ്. അപ്പോൾ ഇത്തരം ടൂർണമെന്റുകളിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി അങ്ങനെ ഒരു മുന്നേറ്റം നടത്താനാണ് നമ്മളെ കൊണ്ട് ഇപ്പൊ സാധിക്കുള്ളൂ. അതിനൊരു അവസരം കിട്ടിയേക്കാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഫുട്ബോൾ പ്ലേയേഴ്സിനെയും അതിന്റെ ഒരു എന്നിട്ട് പറയാ കഴിവ് നമുക്ക് കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണം. അല്ലാണ്ട് അതിന് പകരം ഇപ്പോ ബ്രസീലായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി, ആ ഫ്രണ്ട്ലി ഇപ്പൊ ഇന്ത്യ ബ്രസീലിനെ തോപ്പിച്ചാൽ പോലും അതിനൊരു വാല്യൂ ഇല്ല, ഒന്നും അതിൽ നിന്ന് കിട്ടാനില്ല ഇന്ത്യ ഫുട്ബോളിന്. വെറുതെ ഒരു ഫ്രണ്ട്ലി, ബ്രസീൽ വരുന്നു, ബ്രസീൽ ഒരു ഫ്രണ്ട്ലി മാച്ച് ഇന്ത്യയിൽ നടത്തുന്നു, ഓസ്ട്രേലിയ നടത്തുന്നു, അവിടെ ഇവിടെ നടത്തുന്നു. അതിനു പകരം ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഇത്രയും നല്ലൊരു അവസരം ഇന്ത്യക്ക് കിട്ടിയിട്ട് അതിന് പോകാണ്ടിരിക്കാന്ന് പറയുന്നത് വളരെ എന്നിട്ട് പറയാ വിഷമം തരുന്ന ഒരു സംഭവമാണ്. എനിക്കും തികച്ചും തന്നെ പറയാനുള്ളത്. കാരണം നമുക്കൊരു നല്ലൊരു എക്സ്പോഷർ കിട്ടിയാണ് അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിൽക്കുന്ന ഒരു നിലയിൽ നിന്ന്. കാരണം നമുക്ക് 3 കളികൾ വരുന്നത്, ഒന്ന് ഇന്തോനേഷ്യ, പിന്നെ സിംഗപ്പൂർ, പിന്നെ മലേഷ്യ. ഈ 3 ടീമായിട്ടാണ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ നമുക്ക് മാച്ചസ് വരിക. ഇതിൽ ആദ്യത്തെ 2 ഇന്തോനേഷ്യ സിംഗപ്പൂരും, അതിൽ സിംഗപ്പൂർ നമ്മൾ സിംഗപ്പൂരോ അതോ മലേഷ്യ നമ്മൾ എടുത്തു പറയണം. ക്വാളിഫയറിൽ 2 പോലും നമ്മൾ അവരായിട്ടുള്ള മുൻപത്തെ 2 മാച്ചുകളിൽ പോലും നമ്മൾ ഒരു ടീമിനായിട്ട് നമ്മൾ ഇതുവരെ ജയിച്ചിട്ടില്ല. നമുക്കൊരു ചരിത്രം പോലും ഇല്ല അവർ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു പുതിയൊരു എക്സ്പോഷർ കിട്ടിയേനെ ആ ഒരു ടൂർണമെന്റിൽ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല, നമ്മുടെ റാങ്കിങ്. ഇപ്പൊ നമ്മുടെ റാങ്കിങ് എടുക്കുന്നത് 135 താഴെയാണ്. അത് നല്ല രീതിയിൽ നമ്മളെ ബാധിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ അടുത്തൊരു സെക്ടറിലേക്ക് കടമ്പോൾ. കാരണം ഇത്രയും നാൾ കളിച്ച പോലെ ഇല്ല. നമുക്ക് ഇനി FIFA ക്വാളിഫയർ 1 കളിച്ച് അതിലൊരു പ്ലേ ഓഫ് ജയിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത നമ്മുടെ മെയിൻ ഏഷ്യൻ കപ്പിലേക്കുള്ള ഒരു ക്വാളിഫയറിലേക്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കളിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മൾ പുച്ഛിച്ച ടീമുകളാണ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. പക്ഷെ അവര് പോലും ഇപ്പൊ നമ്മളെ ഈ അടുത്ത് പോലും ബംഗ്ലാദേശ് പോലും നമ്മളൊരു ഡ്രോയിൽ പിടിക്കുകയോ ആ ഒരു കളി രീതിയിൽ തന്നെ നമ്മളായിട്ടുള്ള ഒരു ഭയം പോവുകയും കളിയിൽ തന്നെ അവർക്കും മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെയും ബാക്ക്വേർഡായി സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിബിൻ പറഞ്ഞ പോലെ ആ പോയിന്റ് തന്നെയാണ്. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളി കാണുന്ന ആൾക്കാർക്ക് നേട്ടം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് കളിക്കാരെ കാണാം. വിനീഷ്യസ് ജൂനിയർ ആയിക്കോട്ടെ, റോഡ്രി ആയിക്കോട്ടെ, ഇങ്ങനത്തെ കുറച്ച് കളിക്കാരെ നമുക്ക് കാണാം. ഇതിൽ നേട്ടം ഉണ്ടാവുന്നത് ബിബിൻ പറഞ്ഞ പോലെ കുറച്ച് പൊളിറ്റീഷ്യൻസിനും VIP എന്ന് ഞങ്ങൾ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്ന കുറച്ച് VIPs അവിടെ വന്നിരുന്ന് അവർക്ക് പോക്കറ്റ് വീർപ്പിക്കാം. ബ്രസീലിനെ സംബന്ധിച്ച് ഇത് എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാം മെയിൻ പ്ലേയേഴ്സിനെ ഇറക്കി കളിക്കുന്നത്. കാരണം ഇവർ ഇതിനെല്ലാം മെയിൻ ആയിട്ട് കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി വരുന്നുണ്ട് ഇവർക്ക് നമ്മളെ കഴിഞ്ഞിട്ട്. അതിന് ചിലപ്പോ അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് കളിക്കുക. കാരണം ഓസ്ട്രേലിയ കുറച്ചുകൂടി റെപ്യൂട്ടഡ് കൺട്രിയാണ്, FIFA വേൾഡ് കപ്പിൽ കളിക്കുന്ന കൺട്രിയാണ്. അവരുടെ കളി രീതി തന്നെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആണ്. സോ അവർ അതിന് കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്കും. ഇന്ത്യക്ക് അത്ര അറ്റൻഷൻ തരുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു തീർത്തും 1 സൈഡ് മാച്ച് ആവും. കാരണം ബ്രസീൽ സ്റ്റാർട്ടിങ് തന്നെ ഗോൾ ഒരു 2-3 ഇടുകയാണെങ്കിൽ നമ്മുടെ കോച്ചിന്റെ കളി രീതി വെച്ചിട്ട് ഞാൻ ഇത്ര നാൾ ഫോളോ അപ്പ് ചെയ്തതിൽ ഫുള്ളി ഡിഫൻസിന്റെ ആളാണ്. ഇപ്പൊ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇന്ത്യ ഒരു ഗോളൊക്കെ അടിച്ച് ലീഡ് നിൽക്കുന്ന സമയമാണെങ്കിൽ പിന്നെ തീരെ പറയണ്ട, 10 പേര് നമ്മുടെ ഡി ബോക്സിലുണ്ടാവും ഡിഫൻസ് കളിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളി കാണാൻ വരുന്നവനും യാതൊരു തരത്തിലും ഗുണവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരും.
അപ്പോ അവിടെ ഏകപക്ഷീയമായിട്ട് ബ്രസീൽ തന്നെ പിന്നെയും കളിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് ഞാൻ പറയാം. ബ്രസീൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രസീൽ തന്നെ ആധിപത്യം സ്ഥാപിച്ച് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രസീൽ ഒരു 3 ഗോളൊക്കെ അടിച്ച് ചിലപ്പോൾ ബ്രസീൽ നിർത്തും ഈ പരിപാടി. മറ്റേ ബയേണൊക്കെ അന്ന് ഒന്ന് ഇവിടെ ചെയ്ത പോലെ മതി, ഇവരെന്തിനാ ഇതാക്കണേ. അവര് നോക്കുന്നത് എന്താന്ന് വെച്ചാല് അവർക്ക് അടുത്ത സൈക്കിളിലേക്ക് ഉള്ള സമയമായി. അവരുടെ യങ്സ്റ്റേഴ്സിന് അടുത്ത് 23 കഴിഞ്ഞിട്ട് വരുന്നവരെ കൊണ്ടുവരാനുള്ള സമയമാണ്. എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി ആ പ്ലേയേഴ്സിനെ കുറച്ചുകൂടി ഈ സീനിയേഴ്സിനെ കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയ ടീം ഇറക്കാനായിരിക്കും അവർ നോക്കുക. ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് അവർ കണക്കാക്കുള്ളൂ. ഇതിലെ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിനൊന്നും ഗുണകരം കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് ഒരു ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഒന്നാമത്തെ കാര്യം ഇത് തന്നെ ഇതിപ്പോ ഒരു ബ്രസീലിലെ ഫുൾ ടീം കളിക്കുമെന്ന് തന്നെ അറിയില്ല. ഫുൾ ടീം കളിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അല്ല, ഞാൻ പറയാം, ഇത് ഫാൻസിന് നല്ലൊരു അവസരമാണ് ഇപ്പൊ ബ്രസീലിലെ പ്ലേയേഴ്സിനെ കാണാന്നുള്ളതൊക്കെ. ആലൻ ചേട്ടൻ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ കളി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും ഓസ്ട്രേലിയ 2 കളിയാണ് നടക്കണേ. 3 ദിവസം ഗ്യാപ്പിൽ 2 കളിയുണ്ട്. അപ്പൊ രണ്ടാമത്തെ കളിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ ഞാൻ. അപ്പൊ തന്നെ എനിക്ക് ടെൻഷനാ. ആദ്യത്തെ കളിക്ക് മെയിൻ പ്ലേയേഴ്സിനെ ഇറക്കിയിട്ട് രണ്ടാമത്തെ കളിക്ക് യങ്സ്റ്റേഴ്സിനെ ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരും കാണാൻ, എനിക്കിപ്പോ ഞാൻ പോയിട്ട് ആരും കാണാൻ കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവർ ഓൾറെഡി പ്രഖ്യാപിച്ചതാണോ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കില്ല, എന്തിനാ പിന്നെ അവിടെ പോയിട്ട് കാര്യം. അതിന് ഒക്ടോബറിലുള്ള ബ്രസീലിൽ ഇവിടെ ഒരു കളി കളിക്കാലോ പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല. ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനൽ ക്ലാഷ് ആവുമെന്നാണ് പറയുന്നത്. കാരണം ഫൈനൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ നടക്കാൻ പോകുന്നത് ഒക്ടോബർ 4 ഞങ്ങളുടെ ഫൈനൽ നടക്കുന്നതാണ്. അപ്പോൾ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ 3 അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, ഒരു ക്ലാഷ് വരുന്നുണ്ട്. റേഷൻ മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അപ്പൊ അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. പറയുകയാണെങ്കിൽ ഫൈനൽ വരെ കളിക്കട്ടെ. ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനലെത്തൂലോ, അല്ല അത് അത് മതി. അല്ല അതിൽ പറഞ്ഞ അത് മീൻസ് ആണ് comedy ആണ്. ഫൈനലിൽ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇതിനെക്കാട്ടി കോംപ്ലിക്കേറ്റഡ് ആവും. ഫൈനലിൽ നമുക്ക് ഒരിക്കലും വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വിഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ മറ്റേ ബാജും ബൂട്ടിയെ പോലും പറഞ്ഞത് ഇതാണ്, നമ്മുടെ ISL ഐ ലീഗ് എല്ലാം ഇത്രയും ഫിനാൻഷ്യൽ ക്രൈസിസ് നിൽക്കുന്ന സമയത്ത് ഇത്രയും പൈസ മുടക്കി നമ്മൾ ഈ ബ്രസീലിനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അല്ലേ നമ്മുടെ ലീഗിൽ തന്നെ ഇവിടുത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ഫോക്കസ് ഫസ്റ്റ് ഇനോഗ്രൽ ഫിഫന്റെ ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ശരിയല്ലേ? ആദ്യം തന്നെ ചിന്തിച്ച കാര്യം 2 ടീമിനെ അയക്കാനുള്ളതാണ്. 2 ടീമിനെ അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഫിഫയിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ബി ടീമിനെ അയക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അപ്പൊ ഫിഫ പോലും വിഷ്ണു ഈ ബി ടീം എന്ന് പറയുന്നത് അണ്ടർ 23 ആണോ നമ്മുടെ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അണ്ടർ 23 അവരുടെ ബ്രസീലിനാണോ ഉദ്ദേശിച്ചത് ഇപ്പൊ? നമ്മുടെ ബി ടീം, ഇന്ത്യൻ ബി ടീമിനെ അല്ലെങ്കിൽ സെക്കൻഡറി ടീമിനെ, സീനിയർ പ്ലേയേഴ്സിനെ ബ്രസീലിലേക്ക് കളിക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള സെക്കൻഡറി പ്ലേയേഴ്സിനെ ഐ മീൻ ബി ടീമിനെ അങ്ങോട്ടേക്ക് അയക്കാമെന്നാണ് അവർ പറഞ്ഞത്. ഇതേ ക്വസ്റ്റ്യൻ AFF-നോട് ചോദിച്ചാൽ പോലും അവർക്കും കൃത്യമായിട്ട് ആൻസർ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഇപ്പോൾ ബ്രസീലിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കളി കളിക്കാൻ പോയിട്ട് സിംഗപ്പൂർ കളിക്കാതെ അത് കളിക്കുന്ന ചോദിച്ചാൽ അവർക്കും കൃത്യമായിട്ട് ആൻസർ ഒന്നുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെയുള്ള കുറെ പേര് ഈ BCC അഗേൻസ്റ്റ് ഫുട്ബോൾ നോക്കുമ്പോൾ ഒരു ആവശ്യത്തെ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും നീ ക്യാമ്പയിൻ കണ്ടിരുന്നോ? ഒരു ക്യാമ്പയിനും ഇല്ല. ഇപ്പൊ ഇതിന് അഗേൻസ്റ്റ് ആയിട്ടോ ഇവിടെ എന്തോരം ഫുട്ബോൾ ഫാൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ, ഇവരെ ആരെങ്കിലും ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടോ? അവർക്ക് ഇവിടെ ഓൾറെഡി ബ്രസീലിൽ വരുന്നുണ്ട്. അപ്പൊ അവര് ഒരു തരത്തിൽ ഹാപ്പിയാണ്. ഇതാണ് അത് കംപ്ലീറ്റ്ലി വേറൊരു കാര്യം. നമ്മുടെ കേരളത്തിൽ പോലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് മെസ്സി വരുന്നതൊക്കെ പറഞ്ഞുള്ള മറ്റു കുറച്ച് പരിപാടികൾ അതൊരു സ്കാം എന്നൊക്കെ പറയുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളി വരട്ടെ. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് റിപ്പോർട്ടർ ചാനലൊക്കെയാണ് ഇവനെ ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ഇന്റർനാഷണൽ ടീമിനെ കൂടെ കൊണ്ടുവരാൻ പറ്റും? അത് നമ്മുടെ ഒരു ഇന്ത്യ പോലത്തെ രാജ്യം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എനിക്ക് മനസ്സിലാവും. ഒന്ന് ഫിഫ അംഗീകരിച്ച ഒരു സ്റ്റേഡിയം നമുക്കില്ല. ഒന്നാമത്തെ കാര്യം, ക്രെഡിബിൾ ആയിട്ടുള്ള സ്റ്റേഡിയം നമുക്കില്ല. അതിനുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല. ഇതൊന്നും ഇല്ലാതെ അതിനുള്ള ഇവര് നമുക്ക് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ മെസ്സിനെ ഫുൾ ടീമിനെ, മെസ്സിനെയും 2 പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന പോലെ അല്ലല്ലോ അർജന്റീന ടീമെ ഫുള്ളായിട്ട് കൊണ്ടുവരണ്ടേ. സോ അതിനനുസരിച്ച് സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അതിനുള്ള സിറ്റീസ് കണ്ടെത്തണം. ഇതൊന്നും അറിയാതെ ഇപ്പൊ മെസ്സിനെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ എല്ലാവരും തുള്ളിച്ചാടിയ പോലെയാണ് ഇപ്പൊ ബ്രസീലിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ സത്യം പറഞ്ഞാൽ അർത്ഥമില്ല. വെറുതെ അവര് വന്ന് കളിക്കുന്നു, അവര് പോകുന്നു. അന്ന് ഓൾറെഡി അർജന്റീൻ ടീം വരാൻ വേണ്ടി ഉള്ള പ്ലാനിങ് ഉണ്ടായിരുന്നപ്പോ അവർ ഒഫീഷ്യൽസ് കണ്ട് വന്ന് കേരളത്തിൽ വന്നിട്ട് പിച്ചൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല, സ്റ്റാൻഡേർഡ് കുറവാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതല്ലേ. അതെ, എന്നാ അത് കണ്ടിട്ട് അതെങ്കിലും കണ്ടിട്ട് ഒരു നല്ല സ്റ്റേഡിയം പണിയാ, അതിനുള്ള എന്തെങ്കിലും ഒരു നീക്കങ്ങൾ നടത്താം. അതിന്റെ പേര് തന്നെ ഒരുപാട് എന്തൊക്കെയോ നടത്തിയിട്ടുണ്ടല്ലോ. ഐ മീൻ ഈ സ്റ്റേഡിയം പണിയണം എന്ന് പറഞ്ഞിട്ട് തന്നെ അതിന് പ്രിപ്പറേഷൻ തന്നെ എത്രയോ ഫണ്ടും കാര്യങ്ങളൊക്കെ. അത് അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള എന്തൊക്കെയൊക്കെ ഉണ്ടോ ഫിനാൻഷ്യൽ സ്കാംസിന് എന്തൊക്കെയോ പരിപാടികൾ. 128 കോടിയുടെ അഴിമതി അതിൽ നടന്നു ഞാൻ കേട്ടത്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്റർനാഷണൽ കളിക്കാൻ പോയിട്ട് കൈപൊള്ളിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മൂടി വെക്കാന്ന് എനിക്ക് പലപ്പോഴും ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ വിഷ്ണുനോട് സംസാരിച്ചു പേഴ്സണലായിട്ട്. ഇവരെന്തോ
അതെ. ആള് പറഞ്ഞത് എല്ലാ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ എടുത്തിട്ട്. അല്ല എല്ലാ എനിക്ക് പ്രൂഫും അല്ല ഉണ്ട്. എനിക്ക് കായിക മന്ത്രിനെ എനിക്ക് കുറ്റം പറഞ്ഞ താല്പര്യമില്ല. ഞാൻ പല ആൾക്കാരുടെ വീഡിയോ റെഫർ ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ ദിലീപ് നമ്മുടെ ജേർണലിസ്റ്റ് ആണല്ലോ, നമ്മുടെ ഹൈ ജേർണലിസ്റ്റ് ആണ് സ്പോർട്സിന്റെ ഇന്ത്യയുടെ ഒക്കെ. സോ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ റെഫർ ചെയ്യുമ്പോൾ അദ്ദേഹം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു നമ്മുടെ പഴയ മിനിസ്റ്ററെ കുറ്റം പറയാൻ താല്പര്യമില്ല. ചിലപ്പോ ആളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ആള് ഉദ്ദേശിച്ചത് നല്ല ഉദ്ദേശമായിരിക്കണം, ഇങ്ങനെയും മെസ്സിനെ കൊണ്ടുവരണം, മെസ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു ക്രെഡിറ്റ്, ആൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ആയിക്കോട്ടെ, കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ അതിലല്ല നടന്നത്. ഇവിടെ കളിക്കുന്ന ഫുൾ ഡേർട്ടി പൊളിറ്റിക്സ് ആണ് അതിന്റെ ഇടയിൽ കൂടെ കാണിക്കുന്നത് ഫുള്ള്. ആൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, ക്രെഡിറ്റ് കൊണ്ടുവന്നിട്ട് അതിൽ പൊളിറ്റിക്കലായിട്ട് കാണുക, വ്യൂവർഷിപ്പ് കൂട്ടുക, ഇതിന്റെ പരിപാടി. എനിക്കത് മനസ്സിലായില്ല. ഞാൻ ആ സമയത്ത് നമ്മൾ പേഴ്സൺ സെർച്ച് ചെയ്തിരുന്നു, ഈ സ്റ്റേഡിയത്തിന് ഫിറ്റ്നസ് ഇല്ലാതെ ഇവര് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയല്ലേ. അത് കഴിഞ്ഞിട്ടല്ല നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഇവർക്ക് അപ്രൂവൽ ഒക്കെ അല്ല, പോകുന്നത്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത പോലെ തന്നെ പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ അതിലില്ല. ഫുട്ബോളിന് വേണ്ടി മാത്രം ഇതുപോലത്തെ ഒരു ടൂർണമെന്റ് ഒക്കെ ഹെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പ്രോപ്പർ സ്റ്റേഡിയം വേണ്ടേ? അതുപോലും നമ്മൾ ചെയ്യാതെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇത്രയും കോടികൾ മുടക്കി ബ്രസീലിന്റെ ടീം കൊണ്ടുവരുന്നത്. ഈ ബ്രസീലിന്റെ ടീമിനെ കൊണ്ടുവന്നതും അല്ലെങ്കിൽ മെസ്സിനെ കൊണ്ടുവന്ന അതൊക്കെ നല്ലതാണ്. ഇൻ ദ സെൻസ് ഇതിനൊരു അല്ല ഡെസ്റ്റിനേഷൻ ആണ്. എനിക്കതിനോട് എതിര് അഭിപ്രായമുണ്ട് ബിബിൻ പറഞ്ഞോട്. ഇപ്പൊ നല്ലതാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണത് നല്ലതാവുന്നത്? ഇത് കുറച്ച് VIP ഫോട്ടോ എടുക്കാൻ പറ്റും. അത് അവരെന്നെ സ്വയം പ്രഖ്യാപിച്ച് അവരെന്നെ ഗ്രൗണ്ടിലേക്ക് വരുന്നത് നമ്മൾ ബംഗാളിൽ കണ്ടതാണ്. ഞാനൊരു VIP ആണ്, ഞാൻ തന്നെ. മെസ്സി ഓടിയതാണ് അവിടുന്ന് ജീവനം കൊണ്ട്. പാവം. ഞാൻ പറഞ്ഞതല്ല, ഇതിപ്പോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നടത്തി ഇതിനെല്ലാത്തിനും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ വേണം, ഫൈനൽ എയിം വേണം. ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുവന്നു, അതിന് നല്ലൊരു പോപ്പുലാരിറ്റി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു എന്നിട്ട് പറയാ, ഇന്ത്യ എന്നൊരു കൺട്രി ഉണ്ട്, അവിടെ ഇത്രയും വലിയ പ്ലേയേഴ്സിന് വരാൻ റെഡിയാണ്, ഗ്ലോബലായിട്ട് നമുക്കൊരു ഇത് കിട്ടും. പക്ഷെ നമ്മുടെ കൺട്രിക്ക് അങ്ങനെ ഒരു അറ്റൻഷൻ ഇല്ല. ഇതൊക്കെ ഒരു അറ്റൻഷൻ കിട്ടാൻ നമ്മളെ സഹായിക്കും. അതൊക്കെ നമ്മുടെ ഫുട്ബോൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതിലേക്ക് നീക്കിക്കൊണ്ട് പോകണം. അല്ലാണ്ട് വെറുതെ ഇവരെയൊക്കെ കൊണ്ടുവന്നു, എല്ലാവർക്കും ഹാപ്പിയായി, ഫാൻസ് ഹാപ്പിയായി, പൊളിറ്റിക്സ് ഹാപ്പിയായി, ഇതിന് കിട്ടുന്ന പൈസ പോക്കറ്റിൽ കിട്ടിയവരെ ഹാപ്പിയായി, കഴിഞ്ഞു. ഇനി എന്താ ചിന്തിക്കണേ? അടുത്തത് ഇനി ആരെ കൊണ്ടുവരാം? ഞാൻ പറഞ്ഞില്ലേ, ഇത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഇതിന്റെ അഗേൻസ്റ്റ് അധികാരം പറയുന്നില്ല. അവിടെ കുറച്ച് ട്രോള് വരുന്നല്ലാതെ ഒരു ആളിക്കത്തിന്ന് അതിന് ഞാൻ പറഞ്ഞത് IFA കൃത്യമായിട്ട് അറിയാം ഇത് ആരെ അഗേൻസ്റ്റ് വരില്ല, ഗവൺമെന്റിനും അറിയാം ആരും അഗേൻസ്റ്റ് വരില്ല. ഫാൻസ് ഹാപ്പിയാണ്. ഫാൻസ് നോക്കുമ്പോൾ ബ്രസീൽ ടീമിനെ അവർ ട്രീറ്റ് ചെയ്യുന്ന പോലെ അവർ പറയുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഇതിൽ നമുക്ക് ഫാൻസിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ആകെ കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ബിബിൻ ബ്രസീൽ ഫാൻ അല്ലേ? അതെ. സോ ബിബിൻ ആഗ്രഹിക്കുന്ന എന്താ? ഒരു കോമ്പറ്റേറ്റീവ് മാച്ച് കാണല്ലോ ആഗ്രഹിക്കുക ബ്രസീൽ ഇന്ത്യയിൽ വരുമ്പോൾ. അല്ലാതെ ബ്രസീൽ ഫുൾ ഡോമിനേറ്റ് ചെയ്യുന്ന മാച്ച്, ഗോൾ എടുത്ത് ഡോമിനേറ്റ് മാച്ച് ആയിരിക്കും. ബിബിൻ ആഗ്രഹിക്കുന്ന എന്താ? എന്റെ രാജ്യം എന്റെ ഇഷ്ടപ്പെട്ട ടീമിനോട് കളിക്കുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മാച്ച് കാണാനായിരിക്കും. അല്ല ഒരു 10 പേര് ഡിഫൻസ് നിന്ന് കളിക്കുന്ന കാണാനാണ് ബിബിൻ ഇത്രയും പൈസ കൊടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ കളിയാണ് പോലെ. അപ്പൊ നിനക്ക് അറിയാം. പക്ഷെ അത് ഞാൻ പറഞ്ഞു, ഓസ്ട്രേലിയ ആയിട്ട് ബ്രസീൽ കളിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഓസ്ട്രേലിയ ആയിട്ട് ബ്രസീൽ കളിക്കുമ്പോൾ ഇത് നമ്മുടെ കൂടെ കളിക്കുന്ന പോലെ എല്ലാവരും കളിക്കാം, ഒരു വേറെ രീതിയിൽ കളിക്കാം. ഒരിക്കലും ഇന്ത്യ ഓസ്ട്രേലിയ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ പറഞ്ഞത് ഈ സെയിം ടൂർ വന്നുകൊണ്ടാണ്, അടുത്തടുത്ത് ടൂറിസ്റ്റ് വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇവർ ഇവിടെ കളിക്കുന്നതും നമ്മുടെ കളിക്കുന്നതിനും ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അവരെത്രത്തോളം നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും, റെസ്പെക്ടീവ് ഫുട്ബോൾ ആ സമയത്ത് ആര് കളിക്കും നമുക്ക് മനസ്സിലാക്കും. ഈ പറഞ്ഞ തന്നെ ഒന്നാമത്തെ കാര്യം, ബ്രസീൽ ഫുൾ ടീമായിട്ട് കളിക്കില്ല എന്നുള്ള ഒരു ധാരണ എനിക്ക് ഇപ്പോഴും ഇല്ല. ഇനി അത് കളിച്ചാൽ തന്നെ ഒരു പ്രോപ്പർ ഫുൾ ടീം കളിച്ചാൽ, പ്രോപ്പർ പ്ലേയിങ് സ്റ്റൈൽ കളിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, കളിയുടെ ഈ പറഞ്ഞ ഒരു ഡോമിനേറ്റിംഗ് സൈഡ് എത്ര ആയിരിക്കും എന്നുള്ളത് വ്യക്തമായ ബോധം നമുക്കുണ്ട്. അപ്പോൾ ബിബിനി പറഞ്ഞത് നമുക്ക് എക്സ്പോഷർ കിട്ടുമായിരിക്കും. ഇപ്പം ഈ അവന്മാർ വന്നിട്ട് ചുമ്മാ വന്നിട്ട് അടിച്ചിട്ട് നമ്മളെ ഒരു 6-0 7-0 നിൽക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പോഷർ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി അതിനകത്തുള്ളൂ. നോക്കുമ്പോൾ അവന്മാർ അത് ചീള് പോലെ അടിച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് ഉള്ള പബ്ലിസിറ്റി ഉണ്ട്, ആ പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റിയെ മാറും. അപ്പോൾ ഇനി ഫ്രണ്ട് കളിക്കാൻ വരുന്ന ആൾക്കാർ വിചാരിക്കും ഇതിപ്പോൾ ഇന്ത്യയോട് കളിച്ചിട്ട് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ? ഒരു കോമ്പറ്റേറ്റീവ് മാച്ചിന് കിട്ടുന്ന ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ ഓക്കെ. ഇതിപ്പോൾ വന്നിട്ട് ചുമ്മാ ഒരു 7 ഗോൾ അടിച്ച് കളിക്കാൻ പറ്റുന്ന ടീമിനോട് വന്ന് കളിക്കേണ്ട ആവശ്യം അവർക്ക് എന്താണ്? സോ നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന കാര്യമില്ല. ഈ എക്സ്പോഷർ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നാണുള്ളതാണ് മെയിൻ ചർച്ച. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു എക്സ്പോഷർ ശരിക്കും പറഞ്ഞാൽ നല്ല അല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിബിൻ പറഞ്ഞ പോലെ വിഷ്ണു, ഇപ്പൊ ബ്രസീലിനെയും അല്ലെങ്കിൽ ഇപ്പൊ മെസ്സിനെ കൊണ്ടുവരാം. ഇത് എന്റെ ഒപ്പീനിയൻ ആണ്. നിങ്ങളൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരുന്നതിന് പകരം ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കോച്ചുമാരെ കൊണ്ടുപോകാം. പെപ് ഗാർഡിയോളോ പോലുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾ ഒരു സീസൺ, ഒരു 3 months കൊണ്ടുവരണമെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാണെങ്കിൽ പിന്നെയും ഒരു ഇമ്പാക്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മെസ്സിനെ ഇതിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നമ്മൾ സെയിം പോയിന്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്,
ഫോട്ടോ എടുക്കുക കുറച്ചു പേർക്ക്, ഇത്രയേ ഉള്ളൂ. വേറെ സത്യം പറഞ്ഞാൽ നമുക്ക് യാതൊരു ഗുണവും ഇല്ല ഇതില് അവര് വന്നതുകൊണ്ട്. നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്, വ്യക്തമായിട്ട് നമ്മൾ കണ്ട മെസ്സി വന്നപ്പോൾ മെസ്സിയും അർജന്റീന ടീമിലൊക്കെ വന്നപ്പോൾ സിറ്റുവേഷൻ കണ്ടാണ്. കുറെ പേര് പൂജ ചെയ്യാൻ കൊണ്ടുപോകുന്നു, അംബാനി കൊണ്ട് നടക്കുന്നു. നമുക്ക് വ്യക്തമായിട്ട് ഇതിന്റെ അജണ്ട നമുക്ക് പ്രോപ്പറാണ് അറിയാം. മെസ്സി വന്നപ്പോ മറ്റേ ടെണ്ടുൽക്കറിന്റെ ജേഴ്സി കൊടുത്തില്ലേ? അതെ അതെ, മെസ്സി ജേഴ്സി നോക്കുന്ന കൊടുത്ത സ്റ്റാറോ? ഇന്ത്യക്ക് ഇത്ര ഈ വേണ്ട സ്റ്റാർ കൊണ്ടാണ്. അത് ഡീപ്പോളും മെസ്സിയാണ് കേട്ടോ. അതെ മെസ്സി നമുക്കാകെ 3 സ്റ്റാർ ഉള്ളൂ, ഇവർക്ക് 2 സ്റ്റാർ. ഇപ്പൊ അവിടെ 2 സ്റ്റാർ തന്നെ. അവിടെ സച്ചിൻ അല്ലേ കൊടുക്കേണ്ടിരുന്നത്, സുനിൽ ഛേത്രിനാണ് വെക്കേണ്ടിരുന്നത്. ഇവർ സുനിൽ ഛേത്രി എന്നിട്ട് ഇന്ത്യയുടെ ജേഴ്സി കൊടുക്കാതെ മെസ്സിയുടെ ജേഴ്സി കൊടുത്തു അന്ന്. സുനിൽ ഛേത്രിനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായത് കണ്ടപ്പോ. നമ്മളെല്ലാവരും സ്പോർട്സ് പേഴ്സൺസ് ആണ്. സോ ഛേത്രിക്ക് എന്ത് കൊടുക്കേണ്ടിയിരുന്നത് ഛേത്രിയുടെ ലെജൻഡറി ജേഴ്സി ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. എന്നിട്ട് ആള് ഇടിയിച്ചത് മെസ്സിയുടെ ജേഴ്സി. മെസ്സിക്ക് അറിയാതിരിക്കൊന്നുമില്ല, കാരണം ആളൊരു സമയത്ത് ടോപ്പ് സ്കോറർ ആയിരുന്നു ഗോളില് വേൾഡിൽ തന്നെ. സോ മെസ്സി എങ്ങനെയൊക്കെ ആളുടെ പേര് കേട്ടിട്ടുണ്ടാവും. സുനിൽ ഛേത്രി ഉണ്ട്, റൊണാൾഡോ, മെസ്സി, ഈ 3 പേര് ഒരു സമയത്ത് ടോപ്പ് സ്കോറർ ആയിരുന്നു. ആളെ പേരിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് സ്കോർ പുള്ളിക്കാരൻ തന്നെയല്ലേ. ഇപ്പൊ മെസ്സിയുടെ പ്രതിമയ്ക്ക് വേണ്ടി എത്ര കോടികളെ മുടക്കിയേ. എന്നിട്ട് മെസ്സി വന്ന് ആ പ്രതിമയുടെ രൂപം തന്നെ പോട്ടെ, അത് ഞാൻ ഒന്നും പറയാനില്ല. അതെ, അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോ അത് എന്നിട്ട് സേഫ് അല്ല എന്ന് പറഞ്ഞത് റിമൂവ് ചെയ്തു. ഇത്രയും പൈസ ഒക്കെ മുടക്കാമെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ക്ലബ്ബായിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയാ സ്കൗട്ടിങ് സിസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡീല് വെക്കേ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. അല്ല, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ലെജൻസും അത് തന്നെയാ പറഞ്ഞത്. ലെജൻസും അതിലെ പെർസെന്റ് കളിക്കുന്നവർ, ആഷിഖ് കുറുണിയൻ ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെയാ പറഞ്ഞത്. നിങ്ങൾക്ക് മെസ്സിനെ കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ഈഗർനെസ് കാണിക്കുന്നുണ്ട് കേരളത്തില്. മെസ്സി വന്നാൽ ഇവിടെ എന്തോ മാറ്റം വരും. മെസ്സി ഇവിടെ മുൻപ് വന്നിട്ടില്ലേ? 2011 മെസ്സി വന്നിട്ടില്ലേ? കൊൽക്കത്തയില് നമുക്ക് കളിക്കാൻ വന്നിട്ടില്ലേ? അന്ന് ആരുടെ കൂടെ? വെനിസുലയുടെ കൂടെയാണ്, എനിക്ക് ടീം ഓർമ്മയില്ല. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. മെസ്സിയുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചത് എവിടെയാ? ഇന്ത്യയിലെ ആള്. അന്ന് ആ മാച്ചിലാണ് മെസ്സി കളിച്ചത്. ഞാൻ ആ കളി ലൈവ് കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ മറ്റേ മെസ്സി ജേഴ്സി വരുമ്പോ മെസ്സിയുടെ അമ്മയുടെ ടാറ്റു ഉണ്ട് ഇവിടെ, അത് ഞാൻ ഇങ്ങനെ വെട്ടിച്ചു. അന്നത്തെ മാച്ചും ബംഗാളിലെ ഒരു പൊളിറ്റിക്കൽ തന്നെയായിരുന്നു, കൊൽക്കത്തയിലെ ഒരു പൊളിറ്റിക്കൽ പരിപാടി തന്നെയായിരുന്നു. അത് വേറെ ടോപ്പിക്, നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെയും തോന്നുന്നത്. ഇതിപ്പോ ഒരു അർത്ഥമില്ലാത്ത സംഭവമാണ്. ഇവര് ഈ പൈസ ചെലവാക്കിയിട്ട് ഏഷ്യൻ കപ്പിലേക്കുള്ള ഒരു എക്സ്പോഷർ കളിക്കാർക്ക് കൊടുക്കാതെ ഇവര് ഈ ബ്രസീലിനോടുള്ള വൺ സൈഡ് ഗെയിം കളിക്കാൻ പോകുന്നതിൽ യാതൊരു തരത്തിലുള്ള, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗോളി ഗുർപ്രീത് വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരിക്കും, ആളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ വോൾ മാത്രം കളിച്ചുകൊണ്ട് നമ്മുടെ ഫുട്ബോൾ എവിടെയും വളരുന്നില്ല. ഇത്ര തന്നെ എനിക്കും പറയാനുള്ളൂ. ഇതൊരു അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. ഇതിന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം, ആരും ഒപ്പോസ് ചെയ്യാൻ പോകുന്നില്ല, ഒരു ബഹളം ഒന്നും ഉണ്ടാകുന്നില്ല. സുഖമായിട്ട് പരിപാടി നടത്തുക, പൈസ കീശയിലൊക്കെ പോവുക. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇത് നടത്തുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇവരിത് പ്രൈവറ്റൈസ് ചെയ്യാതിരിക്കുക മാക്സിമം. നമ്മുടെ ഗവൺമെന്റിന് എടുത്ത് നടത്താൻ നോക്കുക എല്ലാ കാര്യങ്ങളും. സോ അപ്പൊ തന്നെ നമുക്ക് അതിന് കുറച്ചുകൂടി റിപ്യൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രൈവറ്റൈസ് കൊടുക്കാതിരിക്കുക മാക്സിമം. നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ പോയത് അതായിരുന്നല്ലോ, പ്രൈവറ്റൈസ് ചെയ്യാൻ പോയി. എടുക്കാൻ പറ്റില്ലെങ്കിൽ എടുക്കാൻ നിൽക്കരുത്, പിന്നെ അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. ഫുട്ബോൾ ഫാൻസ് എല്ലാവരും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എല്ലാം വൈകി പോയി, ഇനി മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ഇനി നമുക്ക് ഒരു മാച്ച് വരുന്നുണ്ട്. പക്ഷെ ആ മാച്ച് നമുക്ക് കുറച്ച് നല്ല മാച്ചാണ് കേട്ടോ. ന്യൂസിലാൻഡ് വേഴ്സസ് ഇന്ത്യ മാച്ച് ഉണ്ട്, കുറച്ചുകൂടി നല്ല മാച്ചാണ്. നവംബർ ഒക്കെ ആയിരിക്കും വരിക. അത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നവംബറിലാണ് വരിക ആ മാച്ച്. സോ അതൊരു നല്ല എക്സ്പോഷർ കിട്ടുന്ന ഒരു മാച്ച് തന്നെയാണ്. ആ സമയത്ത് നമുക്ക് പ്രിപ്പയർ ഉള്ള സമയമുണ്ട്. അവർ ഈ പറയുന്നത്, ഞാൻ ആരും പറഞ്ഞവർ കേട്ടു, ഒരു മുടന്ത ന്യായമാണ്. നമ്മൾ ന്യൂസിലാൻഡിനുള്ള പ്രിപ്പറേഷൻ ആണ് ഈ ബ്രസീലിന്റെ മാച്ച്. എനിക്ക് അത് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാണ് എന്റെ കൺക്ലൂഷൻ. സോ ഇതിലെ ഗവൺമെന്റ് കാര്യമായിട്ടുള്ള ഒരു നടപടികൾ എടുക്കണം. ഞാൻ ആക്ച്വലി എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടില് എല്ലാ ആൾക്കാരും എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഇതിനു വേണ്ടി സംസാരിക്കാൻ അധികം ആൾക്കാരില്ല. എനിക്കും നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു സംഭവമാണിത്. എനിക്കും തന്നെ പറയണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിഫയുടെ ഒരു ഇന്നോഗ്രൽ ടൂർണമെന്റ് നടക്കുമ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ടീമിനെ കളിപ്പിക്കുക എന്നുള്ളത്. അത് നമ്മുടെ AFFന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ ടീം അവിടെ പോകുക എന്നുള്ളത്. അത് മേക്ക് ഷുവർ ചെയ്യേണ്ട ആളാണ് AFF. അവർ നേരെ തിരിച്ച് ഒരു ബ്രസീൽ ഫ്രണ്ട്ലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൽ ഒട്ടും തന്നെ എനിക്ക് യോജിപ്പില്ല. അത് എന്ത് തരത്തിലുള്ള എക്സ്പോഷർ കിട്ടുകയാണെന്ന്, എന്ത് എക്സ്പോഷർ കിട്ടിയാലും അത് നമുക്ക് നെഗറ്റീവ് എക്സ്പോഷർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളെ കളിയിൽ എങ്ങനെ പോയാലും ഒരു പ്രോപ്പർ 11 അവർ വന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ ഒരു പ്ലേയിങ് സ്റ്റൈൽ വെച്ച് അവർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെ പോലും അവർ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യും. നമ്മുടെ അവസ്ഥ നമുക്ക് എങ്ങനെയെന്ന് അറിയാം. ആ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടിയാൽ പോലും ആളുകൾ വന്നിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യണത് ഇത്രേ ഉള്ളൂ ഇന്ത്യൻ ടീം എന്ന രീതിയിലേക്കും ജഡ്ജ് ചെയ്യുക. ആ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല.
ഈ പറഞ്ഞ പോലെ ഇതൊരു പ്രോപ്പർ ബിസിനസ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഇതിൽ കിട്ടുന്ന സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ, ടിക്കറ്റ്സിൻ്റെ റേറ്റ്, ഇതൊക്കെ വെച്ചിട്ട് ഇവർ പോക്കറ്റ് നിറയ്ക്കാനുള്ള ഒരു ഇതായിട്ട് തന്നെ ഞാനത് ഫീൽ ചെയ്യുന്നുള്ളൂ. സോ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കേണ്ട AFF തന്നെ ഇതിനകത്ത് നമ്മുടെ ISL IL ലീഗ് പോലും ഫിനാൻഷ്യൽ ക്രൈസിസിലുള്ള സമയത്ത് ഇതേപോലൊരു ടൂർണമെൻറ്റിൽ പൈസ കൊടുത്ത ആളുകളെ കൊണ്ടുവന്ന് ചെയ്യുന്നതിന് പ്രോപ്പറായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിലെ ഗ്രോത്ത് അല്ല ഉദ്ദേശം എന്നുള്ളത് 100% ഉറപ്പുള്ള ആളുകളാണ് നമ്മൾ. സോ ഈ ഒരു ചിന്താഗതി മാറിയാൽ മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല. കാരണം ഗവൺമെൻറ് വന്നതിന് അതിനകത്തും ഒരുപാട് കറപ്ഷൻ നടക്കും. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മിനിസ്റ്റർ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഓരോ മിനിസ്റ്ററും ഓരോ രീതിയിലുള്ള കൈയിട്ട് വരും. സോ അത് എവിടെ എത്താതെ പോകും. ഒരു പ്രോപ്പർ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ടെങ്കിൽ പോലും ശരിയായിട്ട് ചെയ്യാം. പക്ഷേ അതിന് ആ ഒരു പാഷൻ വേണം. നമ്മുടെ ഫുട്ബോളിൻ്റെ ഗ്രോത്താണ് ഏറ്റവും നമ്മുടെ ഹയസ്റ്റ് പ്രയോറിറ്റി. അല്ലാതെ ഈ പറഞ്ഞ ഒരു എക്സ്പോഷർ അല്ല. അത് തന്നെ ഉണ്ടാവും. നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു ലീഗിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടും എല്ലാം നമ്മുടെ ISL ലീഗിൻ്റെ ക്വാളിറ്റി ഒരുപാട് വരുന്നതോറും നമുക്ക് ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും നമ്മുടെ നിലവാരം കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടും. അപ്പോൾ നമ്മുടെ ടീമിന് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ കളിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെതായ എക്സ്പോഷറും എന്താ പറയുക ഒരു എക്സ്പീരിയൻസും കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ നമ്മുടെയൊക്കെ ഒരു പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനൊക്കെ ഈ ഫണ്ട് ചിലവാക്കാം. ആക്ച്വലി ISL നടന്നപ്പോ എല്ലാ ടീമിന്റെയും ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു. ഞാൻ ആക്ച്വലി മുംബൈയും സിറ്റിയും തമ്മിലൊരു കൊളാബറേഷൻ വന്നല്ലോ. അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡും കൊൽക്കത്തയായിട്ട് ഇതൊക്കെ വന്നപ്പോ ഞാൻ ആക്ച്വലി വിചാരിച്ചായിരുന്നു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആകാൻ പോവാന്ന്. കാരണം ഇത്രയും വലിയ ക്ലബ്ബ് ഇങ്ങനെ ഒരു ചെറിയൊരു ക്ലബ്ബായിട്ട് കൊളാബ് ചെയ്തു. അപ്പൊ ഇതിന്ന് ആരെങ്കിലും ഒരാള് അപ്പുറത്തേക്കൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടും. ഒരാൾക്ക് ഏതെങ്കിലും ഒരു നല്ല ടീമിൽ ഒരു കളിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രീമിയർ ലീഗോ ലാലിഗോ ഇതിലൊക്കെ ഒരു കളി കളിക്കാൻ പറ്റിയത് തന്നെ അതൊരു വലിയൊരു അത്ഭുത. പുതിയതായിട്ട് വരുന്ന പിള്ളേർക്കൊരു ഇതുണ്ട്, നമുക്കും ഇവിടെ നിന്ന് അവിടെ എത്താൻ പറ്റും പ്രതീക്ഷ വരണം. അല്ലാണ്ട് ISL ആണ് അൾട്ടിമേറ്റ് ഇപ്പൊ എല്ലാവരുടെയും. അത് കടന്ന് ആർക്കും പോകാൻ പറ്റണില്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു സുനിൽ ഛേത്രിക്ക് ഒരു അവസരം കിട്ടിയായിരുന്നു QPR വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട്. അന്ന് എന്തോ ഇവിടത്തെ ഇന്ത്യൻ ഗവൺമെന്റിന് എന്ത് ഇഷ്യൂ വെച്ചാണ് കളിക്കാൻ പോകാൻ പറ്റാണ്ടിരുന്നത്. അത്രയും ഒരു ചാൻസ് കിട്ടിയ ഒരാളുള്ളൂ. അതെ, സിസ്റ്റം മാറാതെ കാര്യം നടക്കില്ല. ഇവര് ഗ്രാസ് റൂട്ടിൽ നിന്ന് ഇപ്പോ പല പ്ലേയേഴ്സ് ഇപ്പൊ കണ്ടില്ലേ. ഇപ്പൊ യമാലൊക്കെ ഏത് വയസ്സിലാണ് FIFA വേൾഡ് കപ്പ് കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അവിടുത്തെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ അവൻ കേരള ടീമിൽ എത്തണമെങ്കിൽ പോലും ആ പ്രായം പോരാ. അല്ല മറ്റേ ഇത് CK വിനിതാണെന്ന് പറഞ്ഞത് 17-ാം വയസ്സിൽ നമ്മൾ ട്രെയിനിങ് തുടങ്ങുന്നേ ഉള്ളൂ. അവരുടെ വേൾഡ് കപ്പ് നമ്മൾ ട്രെയിനിങ് തുടങ്ങുന്നേ ഉള്ളൂ 17-ാം വയസ്സ് 18-ാം വയസ്സിൽ. സോ അപ്പോൾ നമുക്കൊരു വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു പ്രായമാകുമ്പോഴേക്കും 30-35 വയസ്സാവും. അപ്പോഴേക്കും ഓൾറെഡി അവരുടെ കാര്യം കഴിഞ്ഞു. സോ ഇതാണ് സംഭവിക്കുന്നത്. അവർ ജനിച്ച് വീഴുന്ന ഈ പറഞ്ഞ ആ സമയത്ത് തന്നെ ഇപ്പം മെസ്സിയുടെ കാര്യമൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. എത്രാമത്തെ വയസ്സിലാണ് മെസ്സി അക്കാഡമിയിലും കളിച്ച് കാര്യങ്ങൾ 4-ാം വയസ്സിൽ 5-ാം വയസ്സിൽ 6-ാം വയസ്സിലൊക്കെ കളിച്ച് അവർ ലൈഫ് ലോങ് കളിച്ച് വരുന്നതാണ്. അവർക്ക് ഗെയിംസ് എല്ലാം അവൻ്റെ കാലിലുണ്ട്. നമ്മൾ കാലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാട് നമുക്കറിയാം. ഈ പറഞ്ഞ 17-ാം വയസ്സ് 18-ാം വയസ്സ് തുടങ്ങിയിട്ട് ഇവിടെ സിസ്റ്റം അവർക്ക് താല്പര്യമില്ല. എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ BCCI ക്രിക്കറ്റിനോട് കാണിക്കുന്ന പോലെ ഇവർക്ക് ഒരു ഫെഡറേഷന് ഇങ്ങനെ അടുത്തൊരു ജനറേഷൻ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരില്ല. അത് മാറാൻ എന്ത് സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് ഉത്തരം തരാൻ ഇപ്പൊ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞില്ല. അതില് ഒന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് അടിമുടി മാറ്റണം, പുതിയ ആൾക്കാരെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഗവൺമെന്റ് തന്നെ ഞങ്ങൾ തന്നെ ഏറ്റെടുക്കാം. അല്ലെങ്കിൽ ഒരു പദ്ധതി വെക്കണം. ചൈനയൊക്കെ ഇപ്പൊ ചെയ്യുന്ന പോലെ 2050 അവിടെ ചൈനയുടെ ഇല്ല. ചൈനയ്ക്ക് അറിയാം 2050 വേണ്ടി വരും ഇതിന് ഫ്ലറിഷ് ആയി വരണമെങ്കിൽ. ഇവര് പറയുന്നത് 2036 2046 42 പറയണത്. അത് എത്രത്തോളം നടക്കും നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇന്ത്യയുടെ കേസിൽ ഇങ്ങനെ പോകണമെങ്കിൽ ഏത് 42 എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. കുറെ പേര് പൈസ ഉണ്ടാക്കും മതിയെന്ന് അവര് കുറച്ച് ടൂറ് നടത്തും. ദാറ്റ്സ് ഇറ്റ്, ഡൺ ഡീൽ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ആലോചിച്ചുള്ളൂ. ബിബിൻ പറഞ്ഞപ്പോ ISLന്റെ കാര്യം പറഞ്ഞപ്പോ IPL നമുക്ക് എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് ആളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലെജൻഡറി പ്ലേയേഴ്സ് ഒക്കെ കുറച്ച് എല്ലാവരും പടിയിറങ്ങും. ഇപ്പൊ ധോനി ഏറെക്കുറെ കഴിഞ്ഞു, ട്രെൻഡ് കഴിഞ്ഞു. പിന്നെ വരുന്ന ഒരു വേവ് ഉണ്ടല്ലോ, ഒരു ഗ്യാപ്പ് വേവ് ഉണ്ടല്ലോ, അത് IPL തരണം ചെയ്യണം. IPLലും ആ ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോ ഇവർക്ക് സൂപ്പർ സ്റ്റാർസിനെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് അടുത്തേക്ക് കിടക്കാൻ. അതാണ് ഇപ്പൊ ഓരോരുത്തരും ഇപ്പൊ ചെന്നൈ ആണെങ്കിൽ ഇപ്പോൾ ഒരു സഞ്ജുവിനെ വാങ്ങി വെച്ചിരിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം അതൊക്കെ തന്നെയാണ്. ഐക്കോൺ പ്ലെയർ കൊണ്ടുവരാം ഒരു ടീമിൽ. ഇപ്പൊ RCB കളിക്കുകയാണെങ്കിൽ രജത് പട്ടിദാർ അവരൊക്കെ ഓരോ പ്ലെയറിനെ കൊണ്ടുവരാണ്, വളർത്തിക്കൊണ്ടുവരാണ് ഇങ്ങനെ ഒരു ഐക്കൺ ആക്കിയിട്ട്. ആ ഒരു ഗ്യാപ്പ് ISL ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ടെങ്കിൽ ബിബിൻ പറഞ്ഞ പോലെ കുറച്ച് വിദേശ കളിക്കാരൊക്കെ നമ്മുടെ അവിടെ വരികയാണെങ്കിൽ വന്നിരുന്നെങ്കിൽ ആ ലീഗ് കുറച്ചുകൂടെ എക്സ്പോസ് ആയാലേ.
കാണുന്ന ആൾക്കാർക്ക് പോലും. അപ്പൊ കുറച്ച് ഓഡിയൻസ് അങ്ങോട്ട് തിരിഞ്ഞാല്. കാരണം ഇപ്പത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ന്യൂ ജനറേഷൻ പിള്ളേർ പറയുന്നത് ക്രിക്കറ്റിനെ പോലും കളിയാക്കി പറയുന്നുണ്ട് ഇത് അങ്കിൾസ് ഗെയിമാണ്. ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ജെൻസി പിള്ളേർ പറയുന്നത് ഫുട്ബോൾ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ ഫുട്ബോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ട്സിൽ, ജെൻസി യുഗത്തിൽ. സോ ഇപ്പൊ സത്യം പറഞ്ഞാൽ അവർക്ക് അതൊരു ലീഗ് പ്രോപ്പറായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു മാറ്റം വന്നിരുന്നേനെ. ഇനി ഒരു അടുത്ത 5 വർഷം 6 വർഷത്തിലേക്ക് പ്രോപ്പറായിട്ട് പോയിരുന്നെങ്കിൽ. ബിബിൻ പറഞ്ഞ പോയിന്റ് ഞാൻ യോജിക്കുന്നു അതിനോട്. നമ്മള് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ മാറ്റം വരണം. ഈ ഒരു എന്നിട്ട് പറയാ AFF എന്ന് പറയുന്ന അസോസിയേഷന്റെ ഹെഡിൽ നിന്ന് തന്നെ ഇത് മാറ്റം വരണം. ഇത് വിഷനുള്ള ഇതിനു വേണ്ടി പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ വേണം ഡിപ്പാർട്ട്മെന്റിൽ വരാൻ. അല്ലാതെ വെറുതെ എന്നിട്ട് പറയാ മോളിൽ നിന്ന് പറയണ കേട്ട് തുള്ളണ ആൾക്കാരെ കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോ എന്തിട്ട് പറയാ ഏറ്റവും നല്ല എക്സാമ്പിള് രഞ്ജിത്ത് ബജാജ് ആണ്. ആളുടെ എന്നിട്ട് ഇവർ അസോസിയേഷനോട് പൈസ ചോദിച്ചു, കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആളുടെ വീടും വിറ്റ് സ്വർണവും വിറ്റ് ആള് പിള്ളേരെ കളിക്കാൻ കൊണ്ടുപോയി under-12 കപ്പടിച്ചു. ടാലന്റിന് ഒരു കുറവുമില്ല നമ്മുടെ രാജ്യത്ത്. അതിപ്പോ ഏതൊരു കളിയായാലും ഇന്ത്യയിൽ ടാലന്റിന് ഒരു വിഷയമില്ല. ആ ടാലന്റിനെ വളർത്തെടുക്കാൻ ഇവിടെ ആൾക്കാരില്ല. നല്ല രീതിക്ക് ഇപ്പോ ചെറിയൊരു പയ്യനാണെങ്കിൽ അവന് ഫുട്ബോൾ കളിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവന് ഒറ്റയ്ക്ക് അത് വളർത്തിയെടുക്കാൻ പറ്റില്ല. അതിന് പറ്റിയ അവന് നേർവഴി കാണിച്ചു കൊടുക്കാൻ എപ്പോഴും ഒരാൾ വേണം. സ്കൂൾസ് തൊട്ട് തുടങ്ങണത് കരിയർ ഓറിയന്റഡ് ആണെന്ന് കൂടി തോന്നിക്കണം, ബാക്കി രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ. എന്നാൽ മാത്രമേ നമ്മുടെ മാതാപിതാക്കളും എത്ര ഫാമിലീസ് സപ്പോർട്ട് ചെയ്യും. ഒരാൾ പോലും നമ്മുടെ ഫാമിലീസ് തന്നെ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഇതുകൊണ്ട് നീ എവിടെ എത്താൻ പോകുന്നു എന്നുള്ള ചോദ്യം നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. മറിച്ച് അവർക്കാണെങ്കിൽ ടാലന്റ് ആകുമ്പോൾ നീ ഇതുകൊണ്ട് നീ രക്ഷിക്കും അല്ലെങ്കിൽ നീ രക്ഷപ്പെടും എന്നുള്ളൊരു ബോധം അവർക്കുള്ളതുകൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നു. സോ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ കാരണമുണ്ട്, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കാരണമില്ല. അപ്പൊ നമ്മുടെ പാരന്റ്സ് ഉണ്ട്. സോ ബേസിക്കലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി റോങ് ആണ്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ സ്പോർട്സിനും ആർട്സിനും എല്ലാത്തിനുമുള്ള സ്ഥാനം കൊടുത്ത് അതിനുള്ള പ്രൊമോഷൻ കൊടുത്തിട്ട് നമ്മളെ ചെറുപ്പം തൊട്ട് തന്നെ ഈ പറഞ്ഞ സിക്ക് വിനീത് പറഞ്ഞത് 17-ാം വയസ്സിൽ നമ്മൾ ട്രെയിനിങ് ആരംഭിക്കുന്നത് ഡെഫിനറ്റ്ലി ഒരു 6-ാം വയസ്സിൽ 7-ാം വയസ്സിൽ തൊട്ട് തുടങ്ങിയാലാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് 17-ാം വയസ്സിലാവുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 20-ാം വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഇന്ത്യൻ റെപ്രസെന്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലന്റിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ബ്രസീൽ ആയാലും അർജന്റീന ആയാലും അവർക്ക് പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊരു കരിയർ പാത്ത് ആണെന്ന് ഓൾറെഡി പ്രൂവൺ ആണ്. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ആരും ഇല്ല. ഇപ്പൊ ഈ പാരന്റ്സിനോട് പാരന്റ്സ് ഇപ്പൊ പിള്ളേരെ ഫുട്ബോൾ കളിക്കാൻ വിടാണ്, എല്ലാത്തിനും പറയാണ്. അപ്പൊ ചോദിക്കാണ് ഇതുകൊണ്ട് നീ എവിടെ എത്താനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ ആളില്ല. ഇപ്പൊ സുനിൽ ഛേത്രി ആയാലും, സുനിൽ ഛേത്രിയാണ് അൾട്ടിമേറ്റ് നമുക്ക് പറയാറുള്ളൂ. ആള് പോലെ ആയാലും ആളുടെ കരിയർ നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെ വരെ എത്തിയിട്ടുണ്ടെന്ന്. ഇന്ത്യൻ ഫുട്ബോളില് വലിയൊരാളാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആളുടെ കരിയർ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫൈനാൻഷ്യലി ആയാലും അത്ര അധികം ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് മാറ്റം വരണം. അതിന് മാറ്റം വരണമെങ്കിൽ തന്നെ നമ്മൾ ഇത് തുടങ്ങണം. നമ്മളപ്പോൾ ആദ്യം ഈ പറയുന്ന ഒരു റിവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് റിവാർഡ് കിട്ടുന്നില്ല. ആ റിവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്താൽ പറ്റില്ല. അപ്പോൾ ഗ്രാസ് റൂട്ട് തുടങ്ങിയിട്ടുണ്ട്, 2023 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് ഈ പറഞ്ഞ ഒരുപാട് പിള്ളേർ ടാലന്റൊക്കെ വെച്ചിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. ISL കറക്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതിന് വേണ്ടിയിട്ട്. കുറച്ച് ആ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ISL ഒരു ബൂമിങ് ടൈമിലൊക്കെ എല്ലാവർക്കും ഒരു വിശ്വാസം വന്നിരുന്നു. ഓക്കെ, റവന്യൂ ഇത് കളിച്ചാലും റവന്യൂ കിട്ടും, ഞാനൊരു ഫുട്ബോളറായിട്ട് മാറും. നല്ല റവന്യൂ ഉണ്ടായിരുന്നു. പ്ലേയേഴ്സ്, ഞാൻ പറയുന്നത് ടീമിനല്ല, പേഴ്സണൽ പ്ലേയേഴ്സിന് ഒരു വിശ്വാസം വരുമല്ലോ, ഒരു ഗോള് വരുമല്ലോ. ഇന്ത്യൻ ടീമിൽ കളിക്കാന്ന് മാത്രമല്ലല്ലോ, ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ ഇപ്പുറത്ത്. ISL ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്. ഒന്ന് ഫെയിം കിട്ടും, 2 പൈസ കിട്ടും. സോ ഞാൻ കളിക്കുന്നത് വെറുതെ അല്ല എന്നൊരു തോന്നലുണ്ട്. ഫെഡപ്പ് ആവില്ലല്ലോ. പക്ഷെ അതും പൂട്ടി. അപ്പോ അതിന്റെയും ഒരു തീരുമാനമായി, ഷട്ടർ ഇടാറായി. അതാ പറഞ്ഞത്, ഇപ്പൊ കിട്ടുന്ന ഗ്യാപ്പ് ഉപയോഗിക്കുക. ക്രിക്കറ്റിന്റെ ഒരു പീരീഡ് ചെറുതായിട്ട് കുറയുന്ന സമയമാണ്. ഇനി വിരാട് കോഹ്ലിയും രോഹിത് ഒക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു വേവ് പുതിയത് സ്റ്റാർട്ട് ചെയ്യണം ഇന്ത്യൻ ടീമിന്. ആ സമയത്തൊക്കെ നല്ല ഒരു ചാൻസ് ആണ് ഇവർക്ക് ISL ഒക്കെ IPL ഒപ്പം തന്നെ IPL ഒപ്പം പിടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് ഇനി കണ്ടിന്യൂ ചെയ്യണം. ഇനി അത് ഒന്നേം തുടങ്ങണം. അതാണ് ഡിഫറൻസ്. അവർ കണ്ടിന്യൂ പോയില്ലേ കുഴപ്പമില്ല. IPL-നെക്കാളും എത്രയോ അധികം ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലീഗാണ് ISL. ഒരു ബിസിനസ് പരമായിട്ട് പോലും നമുക്കൊരു ഫുട്ബോളിൻ്റെ ട്രാൻസ്ഫർ ഡീൽസ് നടക്കുന്ന എത്ര കോടികളിലാണ് നമുക്ക് അറിയാം. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാർക്കറ്റ് ആണ് ഫുട്ബോൾ. അത് ക്യാപിറ്റലൈസ് ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കാത്തത് നമ്മുടെ ഫെയിലിയർ തന്നെയാണ്. ഞാൻ ഇപ്പം നമ്മളെല്ലാവരും വിചാരിച്ചു ഒരു തവണ എങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 സീസൺ കണ്ട് നമ്മൾ ISL ഇസ് ഗെറ്റിംഗ് സംവെയർ എന്ന് വിചാരിച്ച ആളുകൾ അതിൻ്റെ 10% ഡ്രോപ്പ് ഡൗൺ ചെയ്ത സമയത്ത് നമ്മൾ ഭയങ്കര ഹോപ്പ്ലെസ് ആണ്. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഭയങ്കര വേസ്റ്റ് ആണ്. സോ
അഭിപ്രായം തന്നെയാണ്. AFF കംപ്ലീറ്റ്ലി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഗ്രോ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസ് നോക്കി അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. ആൻഡ് എവറി ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ഷുഡ് റിയാക്ട് ഓൺ ദിസ്. നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലും നടക്കുള്ളൂ. അല്ലാണ്ട് ആരും നമുക്ക് പുറമേന്ന് വന്ന് തന്ന് ഇന്ത്യൻ ഫുട്ബോൾ മോശമാണ്, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. നമ്മുടെ അതോറിറ്റീസ്, നമ്മുടെ ഗവൺമെന്റ് എല്ലാരും ഇതിനു വേണ്ടി ഇറങ്ങണം. അത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. ഇത്രയും വലിയൊരു മാർക്കറ്റ്, ഇത്രയും വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇത്രയധികം ടാലൻസ് ഉണ്ട്. ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തിനെ ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റും. അതിനുള്ള ആൾക്കാരുണ്ട്, അതിനുള്ള ടാലൻസ് ഉണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, കഴിവുള്ള കോച്ചസും ഉണ്ട് ആക്ച്വലി ഇന്ത്യയില്. പക്ഷെ ഇവർക്ക് ഇതിനുള്ള ഒരു ഫെസിലിറ്റിയോ ആവശ്യത്തിനുള്ള ഇത്രയധികം എനിക്ക് തോന്നണില്ല ഫുട്ബോളിന്റെ ക്രിക്കറ്റിന്റെ അത്രയും ചെലവ് ഇതിന് വരുന്നുണ്ടെന്ന്. ഇന്ത്യ പോലൊരു ഇത്രയും വലിയൊരു ഗവൺമെന്റിന് ഇത്രയും ചെറിയൊരു ഫണ്ടിങ് നടത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വേദനാജനകമാണ്. മുന്നത്തെ വീഡിയോയിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോയിന്റ്. ഫിഫ വരെ ഇവർക്ക് AFF ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ കണക്ക് മറന്നു, ഞാൻ അന്ന് ഓർമ്മിച്ചിരുന്നു. ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ആ ഫണ്ട് പോലും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഈ അടുത്ത് ഫിഫ കളിച്ച വേൾഡ് കപ്പ് കളിച്ച കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾക്കൊക്കെ ആ ഫണ്ട് വെച്ചിട്ടാണ് അവരുടെ ഫുട്ബോൾ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് അവർ അതിൽ നിന്ന് കളിച്ച് കയറി വന്നത്. സോ അവർക്ക് അങ്ങനെ കയറി വരാമെങ്കിൽ ഇത്രയും വലിയ രാജ്യമായി നമുക്ക് എന്നോട് കയറി വന്നൂടാ. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന് ഞാൻ ഒരിക്കലും ഇല്ലാത്ത കുറ്റം പറയില്ല, ഞാനത് കുറച്ച് പഠിച്ചു അവരെ പറ്റിയിട്ട്. അവർ ഓൾറെഡി ഫണ്ട് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്, പക്ഷെ അതിനുള്ള കണക്ക് AFF തിരിച്ചു കൊടുക്കുന്നില്ല. അതാണ് ഓരോ കൊല്ലം കഴിയുന്തോറും ഗവൺമെന്റ് പൈസ കുറച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ ഗവൺമെന്റിന് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യം, AFF ഇടപെട്ടിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇതൊരു വിഷ്ണു പറഞ്ഞ പോലെ ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. ചൈനയൊക്കെ ചെയ്യുന്ന പോലെ ഇതൊരു ഫ്യൂച്ചർ ബിസിനസ് ആണ്. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഫുട്ബോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു കിട്ടുന്ന റിട്ടേൺ ആണ്, ഇരട്ടി കിട്ടുന്ന റിട്ടേൺ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് ഇൻവെസ്റ്റേഴ്സ് ബിഗിൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് റിസൾട്ട് വേണം. ഇത് ഞാൻ പറഞ്ഞതല്ല, സുനിൽ ഛേത്രി തന്നെ പറഞ്ഞതാണ്. നമ്മൾ ഈ പ്രസന്റ് ടീം എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ നമുക്ക് അറ്റൻഷൻ, നമുക്ക് മീഡിയ പബ്ലിസിറ്റി, സ്പോൺസർഷിപ്പ് ഇതെല്ലാം നമുക്ക് കിട്ടുള്ളൂ. സോ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രസന്റ് ടീം ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പ്രസന്റ് ടീമിനെ അറ്റ്ലീസ്റ്റ് പ്രസന്റ് ടീമിനെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് അതാണ്. അതിനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഏഷ്യൻ കപ്പ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ഇന്ത്യൻ ഫുട്ബോളിന് വളരെയധികം ഗുണം ചെയ്യും. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മള് ഇന്ത്യൻ ഫുട്ബോൾ ഇതിൽ നിന്ന് പിന്മാറി അപ്പൊ തന്നെ ബംഗ്ലാദേശ് ആ ഓപ്പർച്യൂണിറ്റി എടുത്തു. അവർക്കറിയാം ഇത് അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ല, ഞാൻ ഭയന്ന പോലെ ഉണ്ടായത്. ഞാൻ നോക്കിയിരുന്നു, ഞാൻ കുറച്ച് ആഗസ്റ്റ് വരെ നോക്കിയിരുന്നു. 126 റാങ്ക് എത്തിയപ്പോ തന്നെ എനിക്ക് പേടിയായി. 127 താഴേക്ക് പോയി കഴിഞ്ഞാൽ പണിയാണ്. നമ്മൾ ഈ പോയിന്റിൽ ഞാൻ പറഞ്ഞ പോലെ ക്വാളിഫൈ നമ്മൾ കളിക്കണം. നമ്മൾ ഇത്ര നാൾ പുച്ഛിച്ച് തള്ളിയിരുന്ന ഈ പാകിസ്ഥാൻ, ശ്രീലങ്ക ഇവരുടെ കൂടെ ഒക്കെ കളിക്കണം. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ക്വാളിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ആണ്. കളിക്കാനുള്ള ക്വാളിഫയർ കളിക്കണം. അതും പ്ലേ ഓഫ് പോലെ അത് കളിച്ച് നോക്കൗട്ട് പോലെ കളിച്ച് കയറി വരണം. അതില് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ പാകിസ്ഥാനും ശ്രീലങ്കയിലൊന്നും പഴയ പോലെ എഴുതി തള്ളാൻ പറ്റില്ല. അവരും നല്ല കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ ഇപ്പൊ അവരും കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലെവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ പഠിക്കാൻ പറ്റുന്ന ടീം അത്യാവശ്യം. കാരണം അവരും പുറത്തുനിന്ന് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ പ്ലെയർ ആക്കി മാറ്റി കൊണ്ടുവന്ന് അവർക്ക് ആ ബുദ്ധി തെളിഞ്ഞു വന്നിട്ടുണ്ട്. സോ ഇനി കണ്ടറിയേണ്ടി വരും നമ്മൾ അവരുടെ കൂടെ എങ്ങനെ ജയിക്കും എന്നുള്ളത്. ഓൾറെഡി നമ്മൾ ബംഗ്ലാദേശിന്റെ കൂടെ ജയിക്കാൻ പടാപാട് നമ്മൾ കണ്ടതാ. ഓസ്ട്രേലിയയുടെ മറ്റേ ഹെൻറിക്സ് ഇല്ലേ, പോർച്ചുഗലിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ, ക്രിക്കറ്റിന്റെ അത് വലിയൊരു ഇനീഷ്യേറ്റീവ് ആയില്ലേ. അവന് സ്റ്റിൽ അത്യാവശ്യം ഫോമിലാണ്. ഇല്ല, ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. സാംബിയ അല്ലല്ലോ, നമീബിയനെ നമ്മുടെ RCBയുടെ പഴയ പ്ലെയർ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ. സോ ആള് പോയിട്ടല്ലേ നമീബിയനെ അവിടെ ഉഷാറാക്കി എടുത്തോണ്ട് വന്നിട്ട് അവർ വേൾഡ് കപ്പ് കളിച്ചു. ഇപ്പൊ ക്രിക്കറ്റിന് ഇത്രയും ഐഡിയോളജിയുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഇത് ഫുട്ബോളിലും ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നേരെ വഴിക്കല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെ നമുക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പോഷറും കിട്ടാൻ പോകുന്നില്ല. കുറച്ച് പൊളിറ്റീഷ്യൻസിനും സ്വയം VIP എന്ന് പറയുന്ന കുറെ പേര് അതിനുള്ളിൽ കയറി വരും. അവർക്കും ഫോട്ടോ എടുക്കാനും അവർക്ക് കുറച്ച് പോക്കറ്റ് വീർപ്പിക്കാനും അവരുടെ ഫാമിലിക്ക് കളി കാണാനും ഒരു മാച്ച്, ബ്രസീൽ മാച്ച്, അത്രയും ഞാൻ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ടില്ല ഒരു അർത്ഥവും ഇതിൽ നമുക്കൊരു ഗുണവും ഉണ്ടാവുന്നത്. VIPs മെസ്സി ഫാൻസ് മെസ്സിനെ കൊണ്ടുവന്നു, എന്നാ പിന്നെ VIP ബ്രസീൽ ഫാൻസ് ബ്രസീലിനെ കൊണ്ടുവരാം, ഞങ്ങൾക്കും കാണട്ടെ എന്നുള്ള രീതിക്കാണ് ഇതൊക്കെ നടക്കണേന്ന്. പക്ഷെ ഇങ്ങനെ പോവാണെങ്കിൽ ഇതൊരു ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഇത് ഒന്നും ചെയ്യാനില്ല. ഫെഡറേഷനും AFFും ഇതൊക്കെ നല്ല രീതിക്ക് ഇനിയെങ്കിലും ചിന്തിച്ച് ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട്
ഇനിയോട്ട് പ്രവർത്തിക്കണം. മെസ്സിനെ കൊണ്ടുവന്ന സമയത്തും അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്തുള്ള ഒരുപാട് പൊളിറ്റിക്കൽപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാണ്. സോ ഇങ്ങനെ ബ്രസീൽ വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചുള്ള എക്സ്പോഷർ ഉണ്ടെങ്കിൽ പോലും അതൊരു നെഗറ്റീവ് എക്സ്പോഷർ ആണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഐ റിയലി തിങ്ക് ദാറ്റ് ഏഷ്യൻ കപ്പ് വാസ് വെരി ക്രൂഷ്യൽ. ഫിഫയുടെ ഒരു ഇന്നോഗ്രൽ ഇതായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂരായിട്ട് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സോ എല്ലാ ഫുട്ബോൾ ഫാൻസിനും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് പ്ലീസ് റൈസ് ദ വോയിസ് അഗെയിൻസ്റ്റ് ദിസ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് അറിയിച്ചത്. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏഷ്യൻ കപ്പ് ഫിഫ എന്ന് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു മാച്ചാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രസീലായിരിക്കാൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ കാരണങ്ങളും അറിയിക്കുക. സോ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു മനസ്സിലാക്കാൻ സഹായിക്കും. താങ്ക് യു.